ബോളിവുഡിലെ അറിയപ്പെടുന്ന നടിയാണ് സാറ അലി ഖാൻ. എന്നാൽ അവരുടെ ആദ്യ രൂപം കണ്ടാൽ ഇവരെങ്ങനെ സിനിമയിലെത്തി എന്ന് തോന്നിപ്പോകും. ബോളിവുഡിലെ അറിയപ്പെടുന്ന അഭിനേതാക്കളായ സെയ്ഫ് അലി ഖാന്റെയും അമൃത സിംഗിന്റെയും മകളാണ് ഈ 28കാരി. കുട്ടിക്കാലം മുതൽ അമിതവണ്ണമായിരുന്നതിനാൽ കളിയാക്കലുകളുടെ ഒരു ബാല്യത്തിലൂടെയാണ് സാറ കടന്നുപോയത്. താരങ്ങളുടെ മകളായതുകൊണ്ട് ലൈംലൈറ്റിലായിരുന്ന സാറയ്ക്ക് കൗമാരകാലത്തും 96 കിലോയോളം ഭാരമുണ്ടായിരുന്നു. എന്നാൽ ആദ്യ സിനിമയിൽ ചുവടുവെച്ചപ്പോൾ തന്നെ സാറ കുറച്ചത് 45 കിലോയാണ്. വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ. സാറ ന്യൂയോർക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജീവിതത്തെ മാറ്റിമറിച്ച സംഭവമുണ്ടായത്. കരൺ ജോഹർ തൻ്റെ സിനിമയിലേക്ക് സാറയെ ക്ഷണിക്കുന്നു. ഇതൊരു വഴിത്തിരിവാകുകയായിരുന്നു. ന്യൂയോർക്ക് പഠനകാലത്ത് പിസയും പോപ്കോണും ചോക്ലേറ്റും ബ്രൗണിയുമൊക്കെയായിരുന്നു സാറയുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ. അന്ന് താൻ 3 നേരവും പിസ കഴിച്ചിരുന്നതായി സാറ പറഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് എനിക്ക് നല്ലൊരു നാളെ ഉണ്ടാകുമെന്ന് തോന്നിയിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഭക്ഷണമെങ്കിലും ആസ്വദിക്കാമല്ലോ എന്നാണ് ഞാൻ കരുതിയത്. 85 കിലോ ഭാരമുണ്ടായിരുന്ന സമയത്തും ഇപ്പോൾ ഇത്രയും ഭാരമുണ്ടല്ലോ, ഇനി 96 കിലോ ആയാലും വലിയ വ്യത്യാസം വരാനില്ലല്ലോ എന്നായിരുന്നു തോന്നൽ. അമിതവണ്ണത്തെ ഒരിക്കലും അങ്ങനെയായിരുന്നില്ല നേരിടേണ്ടിയിരുന്നതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. സിനിമാ പ്രവേശനത്തിൻ്റെ മുന്നോടിയായി ഹെൽത്തിയായ ഒരു ഡയറ്റ് തുടങ്ങിയതിന് ശേഷമാണ് സാറയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. ഇതിൽ ആദ്യപടി ഇഷ്ടപ്പെട്ട പിസയും ബ്രൗണിയുമെല്ലാം ഒഴിവാക്കി. പകരം പഴങ്ങളും പച്ചക്കറികളും പ്രോട്ടീനും മുഴുധാന്യങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി. അതോടൊപ്പം കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിലും സാറ ശ്രദ്ധിച്ചിരുന്നു. ഭക്ഷണത്തിൽ കൂടുതലും ചിക്കനും മുട്ടയും പച്ചക്കറികളും ഉൾപ്പെടുത്താൻ തുടങ്ങി. കാർബോഹൈഡ്രേറ്റ് കുറച്ചതും പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയതുമാണ് ഭാരം കുറയ്ക്കാൻ സാറയെ സഹായിച്ചത്. സാറയുടെ പ്രഭാത ഭക്ഷണം ടോസ്റ്റ് ചെയ്ത ബ്രെഡും മുട്ടയുടെ വെള്ളയുമായിരുന്നു. അതല്ലെങ്കിൽ ദോശയോ ഇഡലിയോ കഴിക്കും. ഉച്ചയ്ക്ക് ദാൽ, പച്ചക്കറി കൊണ്ടുള്ള ഏതെങ്കിലും കറി, ചപ്പാത്തി, സാലഡ് എന്നിവയാണ് ഭക്ഷണം. ഈ കാലയളവിൽ പഞ്ചസാര, പാൽ, കാർബുകൾ എന്നിവ താൻ പൂർണ്ണമായി ഒഴിവാക്കിയതായും സാറ വെളിപ്പെടുത്തുന്നു. ഭക്ഷണം ക്രമപ്പെടുത്തിയത് മാത്രമല്ല സാറയുടെ ശരീരഭാരം കുറയ്ക്കാൻ കാരണമായത്. വ്യായാമം നിർബന്ധമാക്കി. ജിമ്മിലെ ആദ്യ ദിനങ്ങൾ തനിക്ക് ദുരിതമായിരുന്നെന്നും തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന വിഷമം ആകെ അസ്വസ്ഥമാക്കിയെന്നും എന്നാൽ പിറ്റേന്നും മടികൂടാതെ ജിമ്മിലെത്തി കഴിഞ്ഞ ദിവസം ചെയ്തതിനേക്കാൾ 1 തവണയെങ്കിലും കൂടുതൽ ചെയ്യാൻ ശ്രമിച്ചുവെന്നും സാറ പറയുന്നു. കാർഡിയോ ചെയ്തു തുടങ്ങിയത് മുതലാണ് ഭാരം കുറയാൻ തുടങ്ങിയത്. സ്ട്രെങ്ത് ട്രെയിനിങ്, പിലാറ്റസ്, യോഗ എന്നീ വ്യായാമങ്ങളും ശീലിച്ചിരുന്നു. പലർക്കും വർക്കൗട്ടിന് ശേഷം എന്ത് കഴിക്കണമെന്നാണ് സംശയം. എന്നാൽ സാറ പറയുന്നത് ഗ്രീക്ക് യോഗർട്ടിൽ അല്പം പ്രോട്ടീൻ പൗഡറും കോഫിയും ചേർത്താണ് താൻ കഴിച്ചിരുന്നതെന്നാണ്. എന്നാൽ ഇതിനിടയിൽ കീറ്റോ ഡയറ്റിനും സാറ ശ്രമിച്ചിരുന്നു. അത് പക്ഷേ പാളിപ്പോവുകയാണ് ഉണ്ടായത്. ആഴ്ചയിലൊരിക്കൽ ചീറ്റ് മീൽ എടുക്കുന്നതിൽ തെറ്റില്ലെന്നാണ് സാറയുടെ അനുഭവം. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കുറിക്കാൻ തോന്നിയാൽ വെള്ളരിക്കയാണ് കഴിക്കുന്നത്. ഇപ്പോഴും ശരീരഭാരം കുറച്ചു നിർത്താൻ കഴിയുന്നതിൻ്റെ രഹസ്യവും സാറ പറയുന്നുണ്ട്. ഭാരം കുറഞ്ഞുവെന്ന് കരുതി അശ്രദ്ധ കാണിക്കാൻ പാടില്ല. ഇപ്പോഴും വളരെ ശ്രദ്ധിച്ചാണ് ആഹാരം കഴിക്കുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭാരം പെട്ടെന്ന് കൂടും. എപ്പോഴും ഇതേ ട്രാക്കിൽ ആയിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ശരീരഭാരം കൂടുന്നതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. പക്ഷേ ശരീരഭാരം കുറയ്ക്കുമ്പോൾ കാണാനുള്ള ഭംഗി മാത്രമല്ല, ആരോഗ്യം സംരക്ഷിക്കണമെന്ന തോന്നലും ഉണ്ടാകും. തനിക്ക് PCODയുടെ പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ശരീരഭാരം കുറച്ചത് ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിച്ചു. ശരീരഭാരം കുറയ്ക്കാനാകില്ലെന്ന് കരുതി വിഷമിച്ചിരിക്കുന്നവർക്ക് സാറയുടെ ജീവിതം ഒരു പാഠമാണ്.